Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ അർബഊന നബവിയിലെ 11ാമത്തെ ഹദീസിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അൻ അബി മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് സിബ്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറൈഹാനതിഹി റളിയല്ലാഹു അൻഹുമാ ഖാൽ ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ മാ യുരീബുക് ഇലാ മാ ലാ യുരീബുക്. റവാഹു തുർമുദി വന്നസായി. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദിയും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങൾ നിരവധിയുണ്ടെന്ന് നമുക്കറിയാം. അവകളിൽ ഏറ്റവും വിശ്രുതവും ആധികാരികവുമായ 6 ഗ്രന്ഥങ്ങളെ കുത്തുബുസിത്ത എന്നാണ് വിളിക്കുന്നത്. അതിൽ 2 എണ്ണം സ്വഹീഹുകളാണ്, സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും. പിന്നെ വരുന്ന 4 എണ്ണം സുനനു നസായി, സുനനു അബീ ദാവൂദ്, സുനനു തിർമിദി, സുനൻ ഇബ്നു മാജ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ 6 ഗ്രന്ഥങ്ങൾ മാത്രമല്ല, വേറെയും ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം മാലിക്കിന്റെ മുവത്തയും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദ് അഹ്മദും ഇബ്നു ഹിബ്ബാന്റെ ഗ്രന്ഥവും ധാരാളം ഈ വിഷയത്തിൽ വേറെയും നമുക്ക് കാണാവുന്നതാണ്. കൂട്ടത്തിൽ തിർമിദിയും നസായിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട്. അതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹയുടെയും മകൻ. റസൂലിന്റെ സ്നേഹഭാജനമായിരുന്നു അദ്ദേഹം. ഇമാമു സയ്യിദ് എന്നും സയ്യിദു ഷബാബിൽ ജന്ന എന്നുമൊക്കെ ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ഹസൻ. ഹിജ്റ 3 മദീനയിലായിരുന്നു ജനനം. ഹിജ്റ 50 വഫാത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 8 വയസ്സ് പ്രായമായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹുവിന്. എങ്കിലും റസൂലുമായുള്ള സാമീപ്യത്തിലും വിജ്ഞാനം നുകരുന്ന കാര്യത്തിലുമെല്ലാം പ്രായത്തേക്കാൾ കവിജ്ഞ പക്വതയും ആവേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സുപ്രധാനമായ കാര്യം, അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം 5ാമത്തെ ഖലീഫയാവാനുള്ള ഉത്തരവാദിത്തം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലാണ് വന്നു വീണത്. 6 മാസക്കാലമാണ് ആ ഭാരിച്ച ഉത്തരവാദിത്വവുമായി അദ്ദേഹം മുന്നോട്ട് പോയത്. ശേഷം മുആവിയ്യ ഇബ്നു അബീ സുഫിയാന് അധികാര കൈമാറ്റം നടത്തി. നിലപാടുകളുടെയും വീക്ഷണങ്ങളുടെയും കാര്യത്തിൽ ചരിത്രത്തിൽ വലിയ സ്ഥാനമർഹിക്കുന്ന ഷീഈകളെ സംബന്ധിച്ചിടത്തോളം അതിസുപ്രധാന ഇമാമുകളിൽപ്പെടുന്ന വ്യക്തിത്വമാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഹദീസിലേക്ക് കടന്നാൽ, ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിൽ നിന്നും കേട്ടു എന്നല്ല പറയുന്നത്, മനഃപ്പാഠമാക്കി എന്നാണ്. അഥവാ ഒരു സൂക്ഷിപ്പ് മുതൽ പോലെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു സുപ്രധാന തത്വമായിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഇതിനെ കാണുന്നത്. ദഅ മാ യുരീബുക് ഇലാ മാ ലാ യുരീബുക്. സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, സംശയം ഏതുമില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുക. ഇതാണ് ഹദീസ്. ദഅ എന്ന് പറഞ്ഞാൽ ഉത്റുക്, ഒഴിവാക്ക് എന്നാണ്. മാ യുരീബുക് അഥവാ റൈബ് ഉണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇലാ മാലാ യുരീബുക് അഥവാ ഇലാ മാലാ തശുക്കുഫി, സംശയം ഒട്ടുമില്ലാത്ത കാര്യങ്ങൾ. നേരത്തെ നമ്മൾ പഠിച്ചു, ഇന്നൽ ഹലാല ബയ്യിനു വ ഇന്നൽ ഹറാമ ബയ്യിനു വ ബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ. ഹലാലുകൾക്കും ഹറാമുകൾക്കും പുറമെ ചില കാര്യങ്ങൾ അവ്യക്തതയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നവയാണ്. അത്തരം കാര്യങ്ങൾ വിട്ടു നിൽക്കാനാണ് റസൂൽ മുഅ്മിനീങ്ങളോട് പറയുന്നത്. മുഅ്മിനിന്റെ സൂക്ഷ്മതയുടെ ഭാഗമാണിത്. പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല വിഷയങ്ങളും ഇത്തരത്തിൽ കടന്നു വരും. 50-50 ചാൻസ് ഉള്ള, ശരിയാണോ തെറ്റാണോ എന്ന് കട്ടൺ റൈറ്റ് ആയിട്ട് തീരുമാനിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും. അങ്ങനെ ഒരു അസന്ദിഗ്ധാവസ്ഥ, 50-50 ചാൻസസ് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയുക. എന്നിട്ട് ഹലാലാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം നീങ്ങുക. ചില ആളുകളെ കാണാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായാൽ 100 പേരോടെങ്കിലും അതിന്റെ വിശദീകരണവും വ്യാഖ്യാനവും ഫത്വയും ചോദിച്ചു നടന്നുകൊണ്ടേയിരിക്കും. എത്ര വിശദീകരണം കിട്ടിയാലും തൃപ്തിയാവുകയില്ല. ഒന്നുകിൽ ഈ കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം തന്റെ താല്പര്യങ്ങൾക്കും ആഗ്രഹത്തിനും വിരുദ്ധമാണെന്നതുകൊണ്ട് ഞാൻ അംഗീകരിക്കില്ലെന്ന നിലപാടാണ്. അല്ലെങ്കിൽ കാലം എത്ര എടുത്താലും താൻ ഉദ്ദേശിക്കുന്ന ഉത്തരം ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന ദുർവാശിയാണ്. നോക്കൂ, ഒരു മുഅ്മിന് ചേർന്നതല്ല ഇത്. തുറസായ സ്ഥലത്ത് തുറന്നു വെച്ച പാത്രത്തിൽ ഒരൽപ്പം ഭക്ഷണം കിടക്കുന്നു. ഒരു പട്ടി അതിനടുത്തൂടെ വാലാട്ടി നടക്കുന്നുമുണ്ട്. മറുവശത്ത് ഒരു തട്ടിൻപുറത്ത് ഭദ്രമായി അടച്ചു വെച്ച പാത്രത്തിനകത്ത് വേറൊരു ഭക്ഷണമുണ്ട്. നമ്മൾ ഏതാണ് ഒപ്റ്റ് ചെയ്യുന്നത്? പട്ടി തലയിടുന്നത് നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാരണത്താൽ തന്നെ നമ്മൾ അത് ഒഴിവാക്കി 2ാമത്തേതിലേക്ക് തിരിയും. ഇതുപോലെ ജീവിതത്തിലെ പല മുഹൂർത്തങ്ങളിലും നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കാവുന്ന സംശയങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഇത്തരം ഹറാമിനുള്ള സാധ്യത എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. എന്നിട്ട് ഒട്ടും സംശയമില്ലാത്ത കാര്യങ്ങളുടെ പിറകെ പോകും.
ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക, എന്നിട്ടത് വഷളാക്കുക. അല്ലെങ്കിൽ പലതരം സാമ്പത്തിക തട്ടിപ്പുകളിലും നിരന്തരമായി പോയി കമിഴ്ന്നു വീഴുന്ന മനുഷ്യന്മാരെ കാണാം. ഇത് പൊട്ടാനും പൊളിയാനും പറ്റിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും പിന്നെയും പിറകെ പോവുകയാണ്. ആ സാധ്യതകൾ ഉണ്ടെന്നറിയുന്ന മാത്രയിൽ തന്നെ അതിൽ നിന്ന് പിന്നാക്കം പോവുകയാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. പലിശ കടന്നു വരുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായിട്ട് പോലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരുണ്ട്. ഇത് കാരണത്താൽ പലപ്പോഴും വിശ്വാസവഞ്ചനയ്ക്കിരയാക്കപ്പെടുന്നതും ആരോഗ്യക്ഷതം വരുന്നതും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതും അപമാനിതരായി മാറുന്നതും ഒക്കെ നമ്മൾ അറിഞ്ഞോ അനുഭവിച്ചോ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളിതൊരു പോളിസിയാക്കി എടുക്കണം. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നതല്ല എന്നത്. ഒമൻ ഇത്തക്ക ശുബഹാത്ത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇറദിഹി. ഇത്തരം ശുബഹാത്തുകളിൽ നിന്ന് അകന്നു നിന്നാൽ അവൻ്റെ ദീനും അവൻ്റെ അഭിമാനവും സുരക്ഷിതമാവും. അല്ലാത്ത പക്ഷം രണ്ടിനും കോട്ടം വരും. അപ്പോൾ സംശയമുള്ളവയൊക്കെ ഒഴിവാക്കി സംശയമില്ലാത്തവ ചൂസ് ചെയ്യാന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇതിന് മറ്റൊരു വായന കൂടിയുണ്ട്. നമ്മളിൽ സംശയം ജനിപ്പിച്ച ഒരു കാര്യം, ഒരു വസ്തു, അതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതുവരെ, അതിൻ്റെ സംശയവശം ദൂരീകരിക്കപ്പെടുന്നതുവരെ അതിനെ അകറ്റി നിർത്തുക എന്നും മനസ്സിലാക്കാം. ഇപ്പം നിലവിൽ സംശയാസ്പദമാണ്, പക്ഷേ ഒരു റിസർച്ചും പഠനവും അന്വേഷണവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ വ്യക്തമായെന്ന് വരും. അതുവരെ താൽക്കാലികമായി മാറ്റിവെക്കുക. ഇലാ മാലായുരീബുക്ക്, സംശയം ദൂരീകരിക്കപ്പെടുന്നത് വരെ. അതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു നിലപാട് സ്വീകരിക്കാം. ഹലാലാണെന്ന് ഉറപ്പ് വന്നാൽ അത് എടുക്കാം. ഇനി ഹറാമാണെന്ന് ഉറപ്പ് വരുത്തിയാൽ പെർമനൻ്റായി തന്നെ നമുക്ക് ഉപേക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയും ഈ ഹദീസിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഒരു നിഴലായിട്ടാണ് അടുത്തൊരു ഹദീസും വരാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.